അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എസ്എസ്എഫ് വിസ്ഡം ഹദീസ് ക്ലാസ് 258. അൻ അബി സലമത ബിൻ അബ്ദുർറഹ്മാൻ റളിയല്ലാഹു അൻഹു അന്നഹു സഅല ആയിഷത റളിയല്ലാഹു അൻഹാ കൈഫ കാനത് സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ റമളാന فقالت ما كان يزيد في رمضان ولا في غيره على 11 ركعة يصلي 4 فلا تسأل عن حسنهن وطولهن ثم يصلي 4 فلا تسأل عن حسنهن وطولهن ثم يصلي 3 فقلت يا رسول الله أتنام قبل أن توتر قال يا عائشة إن عيني تنامان ولا ينام قلبي. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അബൂ സലമ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, കൈഫ കാന സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി റമളാൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നിസ്കാരം റമളാനിൽ എങ്ങനെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണഗതിയിൽ നിസ്കരിക്കാറുള്ള ആ നിസ്കാരം റമളാനിൽ എങ്ങനെയായിരുന്നു? വല്ല മാറ്റവുമുണ്ടോ എന്നാണ് ചോദ്യത്തിന്റെ ഉദ്ദേശം. ഫഖാലത്ത്, ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, മാ കാന യസീദു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വർദ്ധിപ്പിക്കാറില്ല, ഫി റമളാന വലാ ഫി ഗൈരിഹി, റമളാനിലും അല്ലാത്തപ്പോഴും വർദ്ധിപ്പിക്കാറില്ല, അല 11 റക്അ, 11 റക്അത്തിനേക്കാൾ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിലും കൂട്ടാറില്ല, റമളാൻ അല്ലാത്തപ്പോഴും കൂട്ടാറില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിത്ർ നിസ്കാരത്തെ കുറിച്ചാണ് ഈ ചോദ്യം. അല്ല എങ്കിൽ ഈ ഹദീസ് വളരെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഹദീസ് ചില തൽപര കക്ഷികൾ, ബിദ്അത്തിന്റെ ആശയക്കാർ തറാവീഹിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കാറുണ്ട്. എന്നാൽ ഇത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിത്ർ നിസ്കാരത്തെ കുറിച്ചാണ്. കൈഫ കാന സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ സാധാരണ നിസ്കരിക്കാറുള്ള വിത്ർ നിസ്കാരത്തെ കുറിച്ചാണ് ആ ചോദ്യം. അല്ല എങ്കിൽ അതിന് ഇങ്ങനെ അർത്ഥം വെക്കുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിൽ നിസ്കരിക്കൽ എങ്ങനെയായിരുന്നു, റമളാനിൽ തങ്ങളുടെ നിസ്കാരം എങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ആയിഷ ബീവി റമളാനിലും അല്ലാത്തപ്പോഴും 11 മാത്രമേ നിസ്കരിക്കാറുള്ളൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു നിസ്കാരങ്ങൾ എവിടെയാണ്? ദുഹറും അസ്റും മഗ്രിബും ഇശാഉം ഒക്കെ എവിടെ? ആകെ 11 മാത്രമാണോ നിസ്കരിക്കാറുള്ളത്? അല്ലല്ലോ. അപ്പോൾ പിന്നെ ഇതൊരു പ്രത്യേക നിസ്കാരത്തെ കുറിച്ചാണ്, റമളാനിലും അല്ലാത്തപ്പോഴും നിസ്കരിക്കാറുള്ള ഒരു പ്രത്യേക നിസ്കാരം. അതിന് റമളാനിൽ വല്ല മാറ്റവുമുണ്ടോ എന്നറിയാനാണ് ചോദ്യം. അതുകൊണ്ട് തന്നെ ആ വിത്റിനെ കുറിച്ചുള്ള ചോദ്യത്തിനും ആയിഷ ബീവിയുടെ കൃത്യമായ മറുപടി എന്താണത്? ചോദ്യവും കൃത്യമാണ്, മറുപടിയും കൃത്യമാണ്. ചോദ്യം വിത്റിന് റമളാനിൽ വല്ല മാറ്റവുമുണ്ടോ എന്നാണ്. മറുപടിയും കൃത്യമാണ്, ഇല്ല, റമളാനിലും അല്ലാത്തപ്പോഴും 11 മാത്രമേ നിസ്കരിക്കാറുള്ളൂ, അതിനേക്കാൾ വർദ്ധിപ്പിക്കാറില്ല. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അതിന്റെ രൂപം വിവരിക്കുന്നുണ്ട്. യുസല്ലി 4, നബി തങ്ങൾ ആദ്യം 4 റക്അത്ത് നിസ്കരിക്കും. ഫലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, അതിന്റെ ഭംഗിയും അതിന്റെ ദൈർഘ്യവുമൊന്നും ചോദിക്കേണ്ടതില്ല, അത്രമാത്രം വളരെ വിശാലമാണ്. സുമ്മ യുസല്ലി 4, വീണ്ടും 4 നിസ്കരിക്കും. ഫലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, അതും വളരെ ദൈർഘ്യമുള്ളതാണ്, ഭംഗിയുള്ളതാണ്. സുമ്മ യുസല്ലി 3, പിന്നീട് 3 നിസ്കരിക്കും. ഇങ്ങനെയാണ് 11 നിസ്കരിക്കാറുള്ളത്. ഫഖുൽതു, ഇത് മാത്രമല്ല, ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ചിലപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നിസ്കാരം നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ഉറങ്ങാറുണ്ട്. അങ്ങനെ ഉറങ്ങുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഫഖുൽതു യാ റസൂലല്ലാഹ് അതനാമു ഖബ്ല അൻ തൂതിറ, തങ്ങൾ വിത്റാക്കുന്നതിന് മുമ്പ്, വിത്ർ നിസ്കരിക്കുന്നതിന് മുമ്പ് ഉറങ്ങുകയാണോ? എന്താ തങ്ങൾ ഉറങ്ങുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് ചിലപ്പോൾ ഉറങ്ങാറുള്ള സമയങ്ങളിൽ. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ ആയിഷ, ഇന്ന ഐനയ്യ തനാമാനി, എന്റെ 2 കണ്ണുകൾ ഉറങ്ങും, വലാ യനാമു ഖൽബി, പക്ഷെ എന്റെ ഖൽബ് ഉറങ്ങുകയില്ല, അതുകൊണ്ട് അതിന് പ്രശ്നവും ഇല്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിക്കുന്നത് കാണാം. ആകയാൽ വിത്ർ നിസ്കാരം അത് റമളാനിലും അല്ലാത്തപ്പോഴും 11 ആണ്. അത് തറാബീഹിനെ കുറിച്ച് പറഞ്ഞ ഹദീസ് അല്ല.
തറാവീഹ് 20 റക്അത്താണ് എന്ന് ഇമാം ബൈഹഖി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ 20 റക്അത്ത് തറാവീഹായിട്ട് പുനഃസംഘടിപ്പിച്ചു എന്ന് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടോ മൂന്നോ ദിവസം മാത്രമേ നിസ്കരിച്ചിട്ടുള്ളൂ ജമാഅത്തായിട്ട് പരസ്യമായിട്ട്. അന്ന് നിസ്കരിച്ചതിന്റെ എണ്ണം കൃത്യമായി സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ തറാവീഹിന്റെ എണ്ണം കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ മുഴുവൻ സ്വഹാബികളും ഏകകണ്ഠമായി നിർവഹിച്ച കാര്യമാണ് നമുക്ക് തെളിവായിട്ട് ഉള്ളത്. നിബിതങ്ങളുടെ നിസ്കാരത്തിൽ തറാവീന്റെ എണ്ണം കൃത്യമായി എത്രയായിരുന്നു എന്നത് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് തറാവീഹുമായിട്ട് ബന്ധപ്പെട്ടതല്ല, തറാവീഹിന്റെതല്ല, അത് വിത്റിന്റേതാണ്. ഒരുപക്ഷെ ചില ആളുകൾ ഇത് തറാവീഹിന് തെളിവായിട്ട് ഉദ്ധരിക്കാറുള്ളത് കൊണ്ട് തന്നെ തറാവീഹിനെ കുറിച്ച് പറയുന്ന സമയങ്ങളിൽ ഈ ഹദീസുകൾ ഇമാമുകൾ ഉദ്ധരിക്കാറുണ്ട്. ഇപ്പോൾ വിസ്ഡം ക്ലാസ്സിൽ തന്നെ തറാവീഹിന്റെ വിഷയം പറഞ്ഞുകൊണ്ടാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ഇതുപോലെ തറാവീഹിന്റെ വിഷയം പറയുമ്പോൾ ഈ ഹദീസ് ഉദ്ധരിക്കാറുണ്ട് എന്നതല്ലാതെ തറാവീഹ് അല്ല ഈ ഹദീസിൽ പറയുന്ന നിസ്കാരം, അത് വിത്ർ മാത്രമാണ്. ആകയാൽ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. തറാവീഹ് 20 റക്അത്താണ് നബി തങ്ങൾ നിസ്കരിച്ചത്. അത് സ്വഹാബികളുടെ പ്രവർത്തനത്തിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടു. അതുപോലെ തന്നെ ഇത് വിത്റാണ്. വിത്ർ 11 റക്അത്താണ് നിസ്കരിച്ചിട്ടുള്ളത്. അള്ളാഹു തആല നമുക്ക് ഖൈറായതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.